കാർത്തികപ്പള്ളി സ്കൂളിലെ സംഘർഷത്തിൽ കുട്ടികളുടെ ഉച്ചഭക്ഷണം മുടങ്ങി. ഉച്ചഭക്ഷണം വെച്ച പാത്രത്തിൽ സംഘർഷത്തിനിടെ മണ്ണ് വാരിയിട്ടു. കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കി വെച്ചിരുന്ന പാത്രങ്ങൾ സംഘർഷത്തിനിടെ വലിച്ചെറിയുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അതിരുവിട്ട സമരമെന്ന് തന്നെ പറയേണ്ടി വരും വിജയകുമാർ. കാരണം എന്തു തന്നെ ആയിക്കോട്ടെ, സമരത്തിന്റെ കാരണം പിന്നീടുണ്ടായ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ, പക്ഷേ അവിടെ പഠിച്ചത് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുഞ്ഞു കുട്ടികളാണ്. അവർക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയമാണ് ഈ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. അവർക്ക് ഉച്ചയ്ക്ക് കൊടുക്കാനായി കൊണ്ടുവച്ചിരുന്ന ഉച്ചഭക്ഷണത്തിൻ്റെ പാത്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇവർ എടുത്തെറിയുന്നത്. അത് കൊണ്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. മാതൃഭൂമിയുടെ ക്യാമറമാൻ ബോണി ജോസഫ് അടക്കമുള്ളവരുടെ തല പൊട്ടി ചോര ഒഴുകുന്നു. പോലീസുകാരനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേൽക്കുന്നു. ആ മൂടിപ്പോയ പത്രത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പ്രവർത്തകർ ചെടിച്ചട്ടി എറിയുന്നതിനിടെ അതിലെ മണ്ണ് യൂത്തിലേക്ക് വീഴുന്നത്. പിന്നീട് യാതൊരു നടപടിക്കും അവർ പോകുന്നില്ല. മറ്റു ഭക്ഷണങ്ങൾ അവർ തട്ടിത്തെറിപ്പിക്കുകയാണ്. പ്രഭാത ഭക്ഷണം പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. ഉച്ചയ്ക്ക് കൊടുക്കേണ്ട ചോറിലും കറികളിലുമാണ് ഇത്തരത്തിൽ മണ്ണ് വാരിയിട്ടുള്ള പ്രതിഷേധം ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആരാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിൽ എന്നുള്ളത് അറിയണമെങ്കിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം പൂർണ്ണമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടതിനെ തുടർന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. രക്ഷിതാക്കളെത്തി ഭയം കൊണ്ട് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. രക്ഷിതാക്കളുടെ പ്രതികരണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഉച്ചഭക്ഷണം കഴിക്കാനാവാതെ മടങ്ങിയ ഒരു കുട്ടിയുടെ രക്ഷിതാവിൻ്റെ പ്രതികരണം നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ പ്രേക്ഷകർ കേൾക്കേണ്ടതാണ്. അവർ എത്രത്തോളം വീട്ടുകാർ ഭയചകിതരായിട്ടുണ്ട്, എത്രത്തോളം കുട്ടികൾ ഭയന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ. എന്തായാലും ഈ പ്രതിഷേധങ്ങൾ അത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയി അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്.